ഞാൻ ഈയിടെയാണ് വായിച്ചറിഞ്ഞത് റിമി ഒരു കന്യാസ്ത്രീ ആവാനൊക്കെ ആലോചിച്ചിരുന്നു. ഇത് ഞാൻ കൊറേ സ്ഥലത്ത് ഞാനിത് പറഞ്ഞത്. അല്ലേ അതങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അല്ല ഞാൻ എന്റെ പ്രശ്നം എന്തറിയോ, റിമി ടോമി അടിപൊളിയായിട്ട് ഇങ്ങനെ വരുന്നതാണല്ലോ നമ്മുടെയൊക്കെ ചിന്തയിലുള്ളത്. അപ്പൊ അങ്ങനെയുള്ള എന്റെ കണ്ണുകളുടെ ആ കാഴ്ചവട്ടത്ത് ഒരു കന്യാസ്ത്രീ ഇങ്ങനെ ശലീന സുന്ദരിയായിട്ട് നടന്നു വരുന്നു. ചെറിയ കാര്യമാണോ അത്? അങ്ങനെ ആദ്യമായിട്ട് മടം പൊളിച്ച ഒരു കന്യാസ്ത്രീ എന്നുള്ള ഒരു പട്ടം എനിക്ക് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ഏത് പ്രായത്തിലൊക്കെ ആയിരുന്നു അങ്ങനെ ഒരു ചിന്ത വന്നത്? ഞാൻ ചിന്തിച്ചില്ല. വീട്ടുകാരുടെ പ്രശ്നമായിരുന്നു. വീട്ടുകാരും ചിന്തിച്ചില്ല. അല്ല മടത്തി പാടാൻ പോകുമായിരുന്നല്ലോ സിസ്റ്റേഴ്സിന്റെ ഉടുപ്പിടിയിൽ ഫംഗ്ഷനൊക്കെ, ഉടുപ്പിടിയിൽ എന്നാണ് പറയണത്. ഉടുപ്പിടിയിൽ ഫംഗ്ഷനൊക്കെ സ്ഥിരം പോകും. അങ്ങനെ ഒരു രാവിലെ സിസ്റ്റർ ഉണ്ടായിരുന്നു. പിന്നെ സൺഡേ സ്കൂളിൽ എല്ലാ കാര്യത്തിനും, പിന്നെ കുർബാന, അത് ഇത്, പിന്നെ സ്കൂൾ, അങ്ങനെ ഈ പള്ളി, വീട് പള്ളി, യാതൊരു മറ്റേ അന്യ ചിന്തകളും ഇല്ലാതെ നടക്കുന്ന ഒരു പാവം പെൺകുട്ടിയായിരുന്നു. ഈ കഥ നടക്കുന്നത് വളരെ നിർമ്മലയായ ഒരു പെൺകുട്ടിയായിരുന്നു. പഠിച്ചത് നിർമ്മല ഹൈസ്കൂളിലല്ല, സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ. അതെ അതെ. അപ്പൊ ആ സിസ്റ്റർ ഇങ്ങനെ മനസ്സിൽ കുറെ നാളായിട്ട് ഇങ്ങനെ ഇട്ട് അവസാനം വീട്ടിൽ പറഞ്ഞതേ ഓർമ്മയുള്ളൂ. പിന്നെ സിസ്റ്റർ കാരണം എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല. എപ്പോഴെങ്കിലും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? കാര്യം കന്യാസ്ത്രീകൾക്കിടയിൽ പാട്ടും പാടി ഇങ്ങനെ വളരെ സന്തോഷമായിട്ട് നടക്കുന്ന സമയത്ത് അങ്ങനെ മോശമൊന്നല്ല, അതൊക്കെ ദൈവവിളി കിട്ടണം. അങ്ങനെ ദൈവവിളി എനിക്കില്ലാന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ നമ്മുടെ വിളി ദൈവം കേട്ടിട്ടുണ്ടല്ലോ. കാര്യം ഇപ്പോഴും വേദികൾ അലക്കി പൊളിക്കുന്നില്ലേ? അതെ, ചെറിയ കാര്യമാണോ? അപ്പൊ അത് ദൈവത്തിന് എന്നെ കൊണ്ട് ഇങ്ങനെ ഈ വേദികളിൽ ഇത് അലക്കി പൊളിക്കാനായിരിക്കും എന്റെ ഒരു പ്ലാൻ ചെയ്ത്. മണവാട്ടിയാകുന്നതിന് പകരം ഇതായിരിക്കും. നമ്മള് നാളെ അല്ലെങ്കിൽ അടുത്ത വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെയാവുന്ന നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഒരു കാര്യവും നടക്കാൻ പോണില്ല. നമ്മളെ പറ്റി ഒരു പ്ലാൻ, വ്യക്തമായ ഒരു പ്ലാൻ മുകളിലിരിക്കുന്ന ആള് വെച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെയാണ് കർത്താവിന്റെ തിരുമണവാട്ടി ആവാൻ പറ്റില്ല. പ്രേക്ഷകരുടെ മണവാട്ടി എന്ന് പറഞ്ഞാൽ ശരിയാവൂ? പ്ലൂറൽ ഫോമാ. മണവാട്ടി എന്നല്ല, അവരുടെ ഉള്ളിൽ എന്നും ഒരു സ്ഥാനം തന്നാ മതി. ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ഉള്ളത് പ്രേക്ഷകരെ ഭയക്കുന്നില്ല. ആളുടെ ഇടയിലേക്ക് ഇറങ്ങും, പ്രശ്നമൊന്നുമില്ല, ടെൻഷനൊന്നുമില്ല. ഇപ്പൊ ടെൻഷൻ ഉണ്ടോ? ഇടയിലോട്ട് ഇറങ്ങുന്ന പ്രേക്ഷകർ ഇങ്ങനെ ഉന്മാദിച്ച് നിൽക്കല്ലേ ഈ പാട്ടൊക്കെ കേട്ട്, അടിപൊളി പാട്ടൊക്കെ കേട്ട്. അപ്പൊ നമ്മള് ഇങ്ങനെ ഇറങ്ങി അങ്ങ് ചെല്ലുവാ? ഇല്ല, ഞാൻ ചെന്നിട്ടില്ല. ഇപ്പോഴൊന്നല്ല, ഞാൻ ഏത് ഒരു സ്റ്റേജിൽ ഇറങ്ങിയിട്ടുണ്ടോ സാർ? എവിടെയെങ്കിലും ആരോടെങ്കിലും ഒന്ന് അന്വേഷിച്ച് നോക്കുക. ഏതോ ഒരു വേദി കണ്ടോല്ലോ? ഇല്ല, ഞാൻ അത് ആരായിരുന്നു? അത് വേറെ ആരെങ്കിലും ആയിരിക്കും. ചിലപ്പോഴേ എനിക്ക് തോന്നുന്നു രഞ്ജിനി ഹരിദാസായിരിക്കും. അങ്ങനെ അല്ല, ഇപ്പൊ അങ്ങനെ പാടുന്ന ഒരുപാട് പെൺപിള്ളേർ, ഒരുപാട് ഫീമെയിൽ സിംഗേഴ്സ്, അതൊക്കെ അവരുടെ ഒരു വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ്. അതൊരു ഒരു കോൺഫിഡൻസ്. അതെ, ആദ്യം തൊട്ട് പാടിയ സമയത്ത് സ്റ്റേജിന് താഴെ നിന്നൊരു സംഭവം ഞാൻ ഒരു സ്റ്റേജിലും പോയിട്ടില്ല. പക്ഷെ ഇപ്പോഴല്ലേ പാട്ടും ഡാൻസും പെർഫോമൻസ് ഒക്കെ എല്ലാവരും അംഗീകരിച്ച് അങ്ങനെ ഒരു കാലമായത്. അവിടെ കുറെ വർഷങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു ഡാൻസ് കളിക്കുന്നത് പോലും ഭയങ്കര വലിയ തെറ്റും വലിയൊരു അപരാധം ചെയ്യുന്ന പോലെ കാണുന്നത് സാറിന് അറിയാലോ. ആ ഒരു ജസ്റ്റ് ഒരു 15 വർഷം മുമ്പത്തെ കാര്യം അറിയാലോ. അപ്പൊ പരിപാടിക്ക് മുമ്പ് പോലീസുകാരും ഇന്ന് ഈ സ്റ്റേജിന് താഴെ ഇറങ്ങരുത് കേട്ടോ, അവിടെ നിന്നിട്ടുള്ള പരിപാടികളേ ഉള്ളൂ. അപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. റിമി ടോമിയുടെ ഗാനമേള എവിടെയുണ്ടോ അവിടെ ക്യാമ്പിൽ നിന്ന് സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് പോലീസുകാർ വരും. അത് കാരണം 50 പോലീസുകാർ അധികം വേണ്ടി വരും. അതെന്താ? അതെന്തൊരു അങ്ങനെ ഒരു പേര് ദോഷമുണ്ട്. കാര്യം ആൾക്കൂട്ടം. റിമി യഥാർത്ഥത്തില് വേദിയുടെ അകത്ത് നിന്നാലും റിമിയുടെ ഒരു ഹാങ് ഓവർ വേദിക്ക് പുറത്തോട്ട് വരും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പോലീസുകാർ ഇപ്പൊ വേലിയാടി അങ്ങ് അപ്പുറം പോകും. ഈയിടെ ഞാൻ നോക്കിയപ്പോഴേ നമ്മുടെ ഒരു വേദിയിലാണ് നമ്മുടെ കൗശിക് എന്ന്, അവന്റെ പ്രായം എനിക്ക് തോന്നുന്നു ഒരു 16 വയസ്സാണ്. ഈ കൗശിക്ക് എടുത്തൊരൊറ്റ ചാട്ടം ചാടി അവൻ ഒടിഞ്ഞാണ് ഇവിടെ വന്നത്. ഞാൻ അവനോട് ചോദിച്ചേ, മോനെ നീ ഈ ജാക്കറ്റ് മാത്രമേ ഇടുള്ളൂ? ഞങ്ങൾ വെളിയിൽ ഇപ്പൊ യുഎസിൽ ഒരു പരിപാടിക്ക് പോയപ്പോഴും വെളിയിൽ കറങ്ങാൻ പോകുമ്പോഴും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കാണുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ജാക്കറ്റ്. എന്റെ പൊന്നി ചേച്ചി, ഈ ജാക്കറ്റ് ഇല്ലെങ്കിൽ എന്റെ ശരീരം ആട് ജീവിതം പോലെയാണ്. അതുപോലെ ആയി പോകുന്നു. ഒരൊറ്റ ജമ്പിങ്. ഞാൻ വിചാരിച്ചു അവൻ ഒടിഞ്ഞ് തമ്പലമായെന്ന്. കാര്യം അവൻ ഇവിടെ വന്നു കഴിഞ്ഞ ഉടനെ നമ്മുടെ എം ജി ശ്രീകുമാർ അടങ്ങിയ ന്യായാധിപ സംഘത്തോട് പറഞ്ഞത് കാലും കൈയും പൊക്കി കാണി, ഇനി ഒടിയാൻ ഒരു തലവും ബാക്കിയില്ലെന്നാണ്. ഇപ്പൊ ഭയങ്കര ജമ്പിങ് ആവും, ജിംനാസ്റ്റ് ആയിട്ട് പറഞ്ഞപ്പോഴേ ഓർത്തേ. ഇപ്പൊ കംപ്ലീറ്റ് ജീവിതം ജിമ്മിലാക്കി എന്ന് പറഞ്ഞു, ആട് ജീവിതം എന്ന് പറഞ്ഞ പോലെ ജിമ്മിലാന്ന് പറഞ്ഞു. കൗശികിന്റെ കാര്യം പറഞ്ഞപ്പം, കൗശികിന്റെ നാട്ടിൽ വന്നപ്പം വടകര ആ ഒരു ഏരിയയിൽ ചെന്നപ്പോഴത്തേക്കും ഒരു ഗാനമേളയ്ക്ക് കൗശികിന്റെ വീടിന്റെ അപ്പുറത്ത്, കൗശികിന്റെ വീടിന്റെ ഭക്ഷണമൊക്കെ കഴിച്ചു, എല്ലാ കോഴിക്കോടൻ വിഭവങ്ങളൊക്കെ കഴിച്ച് ഒരു പ്രോഗ്രാമിന് ചെന്നപ്പോഴത്തേക്കും നമ്മൾ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കയറ്റുമായില്ലേ നമ്മുടെ ചവിട്ടുപാടയാണോ എന്തോ സ്റ്റേജിൽ നിന്ന് എന്തോ ഒരു പൊടി അലർജി പെട്ടെന്ന് കയറിയിട്ട് ഞാൻ ആ പാടിക്കൊണ്ടിരുന്ന സമയത്ത് തൊണ്ടയ്ക്ക് ഒരു പിടുത്തം പിടിച്ചു. ഇന്നേ വരെ സംഭവിക്കാത്ത കാര്യം. അതായത് ജലദോഷവും പനിയും വന്ന് ശബ്ദം അടച്ചിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യാണ്ടിരുന്നിട്ടുണ്ട്. പക്ഷെ ഇത് പെട്ടെന്ന് എന്തോ തരം ഒരു പൊടി കയറി പോയപ്പോ പാടിക്കൊണ്ടിരുന്നിട്ട് അതൊരു ഭയങ്കര നമുക്കൊരു നാണക്കേട് പോലെ നമ്മളൊരു സ്റ്റേജിൽ നിന്ന്
ഒരു കുഞ്ഞു പൊടി അത്രേ ഉള്ളൂ. മനുഷ്യ നീ പൊടിയാകുന്നു എന്ന് പറഞ്ഞ പോലെ മനുഷ്യ നീ പൊടിയനാകുന്നു. അതെ, പാട്ട് നിർത്താണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ആവോന്ന് ശ്രമിച്ചു, പക്ഷെ എനിക്ക് പറ്റിയില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു സോറി എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറകിൽ നിന്ന് പെട്ടെന്ന് ഇച്ചിരി വെള്ളം എന്താന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വെള്ളം കുടിച്ചു. അതിനുശേഷം ഞാൻ പാടുന്ന ഒരു ഓഡിയൻസ് സെഗ്മെന്റാ. അവർ ചോദിക്കുന്ന പാട്ടെല്ലാം പാടിക്കൊടുക്കും. അതാണ് എന്റെ പ്രോഗ്രാമിലെ യുവർ ചോയ്സ് റൗണ്ട്. അവർ ഏത് പാട്ട് ചോദിച്ചാലും എനിക്ക് അറിയാവുന്നതാണെങ്കിൽ പാടിക്കൊടുക്കും. ഞാൻ ആദ്യം തന്നെ പറയാം അറിയാവുന്നതാണ് പാടും, അറിയത്തില്ലെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യില്ല. ഇതെല്ലാം കഴിഞ്ഞ് യുവർ ചോയ്സ് സെഗ്മെന്റ് തീർന്നേ ഒരു ചേട്ടൻ അവിടുത്തെ അസോസിയേഷൻ പ്രസിഡന്റുകൾ എന്നാൽ ഇതും കൂടി ഒന്ന് പാടിക്കേ. ഏത് എന്റെ തൊണ്ട ഈ കയറ്റുവാ പ്രശ്നം കാരണം ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാം, ഇങ്ങനെ ഈ ക്ലിയർ ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ പാട്ടങ്ങ് തന്നു. കാരണം പുള്ളിയുടെ ലക്ഷ്യം ആ കൃഷ്ണ എന്ന് പറഞ്ഞ സംഭവം എത്തിക്കുന്നുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാനായിരുന്നു. കാർമുകിൽ പറഞ്ഞ എന്റെ പറ്റിയ സമയം അത്. അതെ, പക്ഷെ ഇത് ഞാൻ സ്റ്റേജിൽ പാടാറുള്ളതാണെങ്കിലും പക്ഷെ ഇങ്ങനെ ഒരു സമയത്തായപ്പോഴത്തേക്ക് ശരിക്കും ഞാൻ ഒന്ന് വരണ്ടു പോയി. പക്ഷേ കൃഷ്ണ എന്നുള്ള വിളി വിളിച്ചോ അവിടെ? കൃഷ്ണ എന്നുള്ള വിളിച്ചു, സകല ദൈവങ്ങളെയും വിളിച്ചു. കൃഷ്ണൻ കറക്റ്റ് ആയിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു. കൃഷ്ണൻ എന്നെ അവിടെ കൈവിട്ടില്ല.